നമസ്കാരം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റിയുടെ സേവനം ഉപയോഗിച്ച് പെൻഷൻ ഗുണഭോക്താക്കളായ ഓരോരുത്തരുടെയും വീടുകളിലെത്തി വിവരങ്ങൾ പരിശോധിച്ച് വരികയാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിച്ച് ഗുണഭോക്താക്കളായ ഓരോരുത്തരുടെയും വീടുകളിലെത്തി വിവരങ്ങൾ പരിശോധിക്കും. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്ന് ശേഖരിച്ച് പരിശോധിക്കാനും പദ്ധതിയുണ്ട്. നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്തതിനാലാണ് കൂടുതലും ക്രമക്കേടുകൾ നിലവിൽ കണ്ടെത്തിയത്. സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റിയുടെ ജീവനക്കാർ പരിശോധനയ്ക്കായിട്ട് വരുമ്പോൾ വീടിന്റെ അളവ് സംബന്ധമായ രേഖകൾ കയ്യിൽ കരുതുക. 2000 സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല എന്നതാണ് നിയമം. അതുപോലെ ഭൂമിയുടെ നികുതി റെസിപ്റ്റ് 1 ഏക്കറിൽ കൂടുതലല്ല എന്നുറപ്പുവരുത്തുക. വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നവർ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതേണ്ടതാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈവശം കരുതി വയ്ക്കുക. ആദ്യഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക അതത് വകുപ്പുകളിലേക്ക് ധനവകുപ്പ് കൈമാറും. പട്ടിക പ്രകാരം വകുപ്പ് തലത്തിലും ആദ്യം വിശദീകരണം തേടും. സാങ്കേതിക പിഴവൊഴികെയുള്ള മറ്റു കാരണങ്ങളിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ നീക്കം. ചിലർ ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങിയെന്നാണ് CAG റിപ്പോർട്ടിലുള്ളത്. മരിച്ചവരുടെ പേരിൽ ചിലർ ദീർഘകാലം ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെന്നും സർക്കാരിന് പരാതി ലഭിച്ചിട്ടുണ്ട്. പെൻഷൻ വിതരണത്തിനായി വാർഷിക മാസിക നിർബന്ധമാക്കും. ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവ നിർബന്ധമാക്കുന്നതിനും ആലോചനയുണ്ട്. ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങൾ സംക്ഷിപ്തമാക്കാനും ഗുണഭോക്താക്കളുടെ അർഹത കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാനും സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പുകൾ തടയാൻ സർക്കാർ ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മളും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.